ഹായ്, ഒരു പഴയ വീഡിയോ ആണ്, കുറച്ച് മുൻപുള്ള വീഡിയോ ആണ്. ജസ്റ്റ് ഞാനത് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാൽ എടുത്തു വെച്ചിട്ട് കുറച്ച് കാലമായി. ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയണം, പ്രശ്നം ഉണ്ടാക്കാനോ വേറെ എന്തിനോ അല്ല. എൻ്റെതായിട്ടുള്ള നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന് ഇതും കൂടെ കൂട്ടിയിട്ട് ഞാനൊന്ന് പറയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. കഴിയും ഒന്ന് സഹിച്ചിട്ടേ അയ്യോ ഡോക്ടർ ഉണ്ട്. അമ്മ അമ്മ പറ്റുന്നില്ല അമ്മ. ശ്വാസം നീട്ടി വലിച്ചെടുത്ത് ദിയ. ഗുഡ് 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 ഗുഡ്. അതുപോലെ ചെയ്തേ. ഒന്നുമില്ലടാ. ഇല്ല ഇല്ല ഒന്നുമില്ല. കൂടുതലൊന്നും പറയുന്നില്ല. ദിയ കൃഷ്ണന്റെ ഡെലിവറി അപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ല, ആ സീന് കണ്ടപ്പോഴല്ല, അതിന്റെ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോ ഒരു പെറാനൊന്ന് തോന്നി. കാരണം ആ സ്നേഹവും കൂടെയുള്ള ആൾക്കാരെ ആ ഒരു ലാളനയും സ്നേഹവും ഒക്കെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ഒരു ഫീലായി. നമുക്ക് ഒന്നും കൂടെ പെറ്റാലോ എന്നൊക്കെ തോന്നി. അപ്പോ എന്താ പറയാ, എനിക്ക് ഇത് കണ്ടപ്പോ ഇല്ലേ, സത്യം പറയാലോ, ആ പെയിനൊക്കെ കണ്ടപ്പോ അങ്ങനെ ഒറിജിനൽ അത് അത്രയൊക്കെ ഉണ്ടോ എന്നുള്ളത്. എപ്പിഡോ എന്ന് പറഞ്ഞാൽ എന്താ ഇഞ്ചക്ഷൻ അല്ലെ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്, പെയിന് കുറയാൻ വേണ്ടി. അപ്പൊ ഞാന് എന്താണ് സഫീന ബീവി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ വീഡിയോന്റെ താഴെ പോയപ്പോ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നു, അങ്ങനെ ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാല് വേദന തീരെ ഉണ്ടാവില്ല അത്ര. അങ്ങനെ വേദന പിന്നെ ഡോക്ടർ പിന്നെ ലേബർ റൂമിൽ അങ്ങനെ ഇവർക്ക് ഒരു പെണ്ണ് പറയുന്നുണ്ട്, അതില് അനുഭവം പറയുന്നുണ്ട്. ഞാന് പിന്നെ എനിക്കിങ്ങനെ എപ്പിഡോർ ഇട്ടിട്ട് അവർ പോയി, ഡോക്ടർ പോയി, പക്ഷെ ടൈമിൽ പെട്ടെന്ന് ഓടി വന്നു. അപ്പൊ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് പെയിന് ഇത് ചെയ്താൽ പെയിന് തീരെ ഉണ്ടാവില്ല, അപ്പോ അറിയാതെ പ്രസവിക്കും എന്നുള്ളത്. അത്രയ്ക്ക് പെയിനില്ലാതെ പ്രസവിക്കുന്ന പ്രസവം അത്ര ഇത്. പോട്ടെ, അതൊക്കെ പോട്ടെ. അപ്പോ ഈ പ്രസവം എന്ന് പറയുന്നത് കുഞ്ഞിനെ പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ആ സ്ത്രീ പിന്നെ ജനത്തിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ അറബികളും അങ്ങനെ ഉണ്ട്. എന്താ വെച്ചാല് പ്രസവിച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ കാറിലാണ്ടുകൊണ്ടും പോക്കും വരും. പക്ഷെ അതൊന്നും ഈ രീതിക്ക് അനുസരിച്ചൊന്നല്ല. നമ്മളെ പറയല് എത്ര എല്ലിന്റെ കാര്യം പറയല്ലോ, അത്ര എല്ല് ഒടിയുന്ന വേദനയാണ് പ്രസവത്തിനെന്ന് പറയും. ഓക്കെ, അത് പോട്ടെ. അപ്പൊ ആ പ്രസവരംഗം കഴിഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീടുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മളെ ഒരു 40 ഒരു ഒരു 3 മാസം 10 ദിവസം, അല്ലെങ്കിൽ 60 ഉണ്ട് 90 ഉണ്ട്. 3 മാസമൊക്കെ റെസ്റ്റ് എന്ന് പറയുമ്പോൾ 3 മാസം റെസ്റ്റ് എടുത്തില്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 1 മാസമെങ്കിലും ഒരു റെസ്റ്റ് വേണ്ട അല്ലേ. ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു കുഞ്ഞി പുറത്തേക്ക് വരുന്ന അപ്പൊ നമ്മളെ നാടി ഞരമ്പുകള് എല്ലുകള് എല്ലാം ഒന്ന് ലൂസായിട്ട് പോയിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ ഒന്ന് വലിഞ്ഞു മുറുകിയിട്ട് ഇത്രയും വയറായിട്ട് വീർത്തിട്ട് എല്ലാ അവയവങ്ങളൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും. ആ മാറ്റത്തിൽ നിന്ന് വേറൊരു മാറ്റത്തേക്ക് പോകുന്ന പ്രൊസീജിയറാണ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ. അത് പൂർവ്വ അവസ്ഥയിലായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മളെ തലച്ചോറ് മുതല് കണ്ണ് മുതല് എല്ലാ അവയവത്തിനും അത് അതിൻ്റെതായ എഫക്റ്റുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണന്മാർ പറയാറുട്ടാ. ഇപ്പത്തെ തന്നെ ഇങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ യൂത്തിന് കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് തോന്നുന്നത് സിമ്പിൾ തന്നെയാണ്, സിമ്പിൾ അല്ല എന്ന് പറയുന്നില്ല. അതിന്റെ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴമക്കാർ പറയും തേറ്റിൽ പഴിച്ചാൽ ഡേഷിൽ പഴുക്കുന്നതാണ്. അപ്പം അത് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, പുതിയ തലമുറകൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കളെ, ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. റെസ്റ്റ് ഒരുപാട് എടുത്തില്ലെങ്കിൽ തടി വെക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും എടുക്കാത്തത്.
ഒരുപാട് റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിലും പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളെ ബോഡിനെ ശ്രദ്ധിക്കണം. ചെവിയിലൂടെ കാറ്റ് കയറും. അപ്പൊ നമ്മള് മാസ്ക് ഇങ്ങനെയുള്ള സ്കാർഫ് ഉണ്ടല്ലോ അത് കെട്ടണം, ഇടണം. കണ്ണ് കൊണ്ട് നമ്മൾ കൂടുതൽ മൊബൈലോ എഴുതാനോ വായിക്കാനോ നിൽക്കരുത്. കണ്ണിന്റെ കാഴ്ച കുറയുമെന്ന് പറഞ്ഞേക്കാം. ഞരമ്പിനൊക്കെ അത്രയും ഇതാണ്. ചെവി കൂടെ കാറ്റ് കയറും. അതുപോലെ നാഡി ഞരമ്പുകൾ നമ്മൾ കൂടുതൽ നേരം സംസാരിക്കാൻ പാടില്ല. പിന്നെ ഞരമ്പുകൾക്കൊക്കെ വലിഞ്ഞ് ആവും എന്നൊക്കെ പറഞ്ഞേക്കാം. ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല. കുറേ നടക്കാനും പാടില്ല. നമ്മൾ ആവശ്യത്തിന് നടക്കാൻ ഇരിക്കാതൊക്കെ ചെയ്യാം. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കിടക്കാനൊന്നും സൗകര്യം കിട്ടിയിട്ടില്ല. കിടക്കാൻ പറഞ്ഞാൽ ഫസ്റ്റിന് ഡെലിവറിക്ക് 2 കുട്ടികളായത് കാരണം ഒന്നിങ്ങനെ കിടക്കുമ്പോഴത്തേന് ഒരാൾക്ക് പാൽ കൊടുക്കണം, ഒന്നിങ്ങനെ കിടക്കുമ്പോഴത്തേന് മറ്റൊരാൾക്ക് പാൽ കൊടുക്കണം. സിസേറിയൻ ആയതുകൊണ്ട് കിടക്കാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു ഘട്ടമാണ് അങ്ങോട്ട് പോയത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സുഖമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഡെലിവറിന്റെ സമയത്ത് എന്റെ കെട്ടിയ ആണിനെ നോക്കാന് കാണാന് പൂതി വെച്ചിട്ടുണ്ട്. 3 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, BP ഓവറായിട്ട്. അത് സാധാരണ നമ്മളെ തിരൂര് പഴയ അന്നത്തെ ഹോസ്പിറ്റല്, മക്കൾ ഹോസ്പിറ്റൽ, ബെഡ് പോലും ഇല്ല. 2 ആൾ വരെ അഡ്മിറ്റ് എടുക്കുന്നത്. പ്രസവിക്കുന്നത് പിന്നെ പറയണ്ട, 5-8 ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു നിന്നിട്ടാണ് പ്രസവിക്കുന്നത്. കുട്ടിമാരോ ഇല്ല അല്ലാതെ അത് പോട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ പ്രസവിച്ചിരുന്നത്. ഇപ്പതൊക്കെ കാണുമ്പോൾ ആരി കൊടുക്കാൻ ആള്, കോരി കൊടുക്കാൻ ആള്, തലോടാൻ ആള്, എണ്ണ തേക്കാൻ ആള്, മറക്കാൻ ആള്, ഇങ്ങനെ തൊട്ടു ചെയ്യാൻ ആള്, നല്ല വാക്കുകൾ പറയാൻ ആള്, പാട്ട് പാടി കൊടുക്കാൻ ആള്, എന്തൊക്കെ ചെയ്യണം ഒരു ഡെലിവറിക്കും വേണ്ടിയിട്ട്. ഒരു പഞ്ചായത്ത് മൊത്തം ഡെലിവറി റൂമിലും ഉണ്ട്. ഇന്നെന്ത് വേണം? ഇതുപോലത്തെ ഡെലിവറി എവിടെ ഉണ്ടാവണം? അപ്പൊ ഞാൻ എന്റെ ഒരു ഇതിൽ പറയട്ടെ, എനിക്ക് സ്വകാര്യതാണ് എപ്പോഴും ഇഷ്ടം. ഇപ്പൊ നമ്മൾ റൂമിൽ കിടക്കുകയാണെങ്കിലും ശരി, ഒരു കർട്ടനോ വാതിലോ ഒന്ന് ചാരണം. ആരുമില്ലെങ്കിലും അങ്ങനെ ആവണം. അതുപോലെ കാലുമല് ഹാഫെങ്കിലും നിൽക്കുന്ന പുതപ്പെന്തെങ്കിലും ഇടണം. എന്നാലേ എനിക്കൊരു ഒരു ഇത് കിട്ടുള്ളൂ, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അങ്ങനത്തത് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് ഇത്ര ഇതിൽ ഇങ്ങനെ ആവട്ടെ, നമുക്ക് കാണിച്ചു തരുന്ന ഭാഗം ഈ ഇത്രയും ഭാഗമാണെങ്കിലും റൂമിനുള്ളിൽ ഇത്രയും വ്യക്തികൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊക്കെ ഇതാവുന്നത് അല്ലേ? ആ ഒരു ഇത്. പിന്നെ ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളെന്നാണ്. ഇപ്പം 2ാമത്തെ മകന്റെ ഡെലിവറി എന്ന് പറഞ്ഞാൽ വാക്യൂം ഡെലിവറി ആയിരുന്നു. അത് ഇതൊന്നല്ല, അന്ന് 10-15 സിസ്റ്റർമാരും 2-3 ഡോക്ടർമാരും കൂടിയിട്ടുള്ള സിസേറിയനും അല്ല, അങ്ങോട്ടല്ല അത്ര അവസ്ഥയിൽ ആകെ ലെവലിൽ വെട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു പ്രസവമായിരുന്നു. ആ സമയത്ത് കുറേ മുറിവുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും പൊട്ടിച്ചിട്ട് പോലും ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനത്തെ രംഗമൊക്കെ വന്നിരുന്നു. അപ്പൊ ആ ഒരു ഇത് ഉണങ്ങി കിട്ടാൻ തന്നെ എനിക്ക് ഒരുപാട് 90 കഴിഞ്ഞിട്ടും മുറിവുകളൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് മുറിവൊക്കെ കെട്ടിത്തന്നെ എന്റെ ഉമ്മ തന്നെ. അപ്പൊ എന്റെ ഉമ്മക്ക് കാണുമല്ലോ. അപ്പൊ ഉമ്മ എന്ന് പറയുന്നത് അത് വേറെ, അത് ഡോക്ടറും അല്ല ആരുമല്ല എന്നുള്ള ഇതിൽ നമ്മൾ തന്നെയാണ് നമ്മളെ ഉമ്മ. അപ്പം അവരെ നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബലമാണ്. പിന്നെ നമ്മളെ ഹസ്ബൻഡ്, അതും കുഴപ്പമില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും. പക്ഷെ പഞ്ചായത്ത് മുഴുവൻ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ഇതായിട്ട് തോന്നുന്നില്ലേ? പക്ഷെങ്കില് ഇത് ഒരു സംഭവമായിട്ടോ. ഇനിയിപ്പോ അസ്ലാം വല്ലിയൊക്കെ എങ്ങനെ ആയിരിക്കും ഇനി പ്രസവിക്കുക? ഇനിയിപ്പോ എന്താ പറയാ, നല്ലൊരു വ്ലോഗിന്റെ ലക്ഷണങ്ങളാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാട്ടുകാർക്ക് പ്രസവം എങ്ങനെ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അത് കാരണമാണ് ഇപ്പൊ ഓരോരുത്തര് യൂട്യൂബ് നോക്കിയിട്ട് പെട്ടെന്ന് പ്രസവിക്കുക, കുഴിച്ചിടുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോ പ്രസവിക്കാൻ പോകുന്നതിന് മുമ്പ് കുഞ്ഞി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, എളുപ്പമാർഗത്തിൽ എങ്ങനെ ഉണ്ടാക്കാം? വെറും കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി എങ്ങനെ, ഇത് ആരും ചെയ്യാത്താണ്. അപ്പൊ ഞാൻ അതായിരിക്കും വരിക. അത് വരുമ്പോ ഫ്രണ്ട് ഇതേപോലെ തന്നെ ഇത്രയും ഭാഗം കാണിച്ചാൽ മതിയല്ലോ, ബാക്കി കാണിക്കണ്ടല്ലോ. അത്രയും ഭാഗം കാണിക്കുക. ഇങ്ങനെയാണ് മധുരവും പാൽ കൊടുക്കലും താക്കലും സംസാരിക്കലും. അങ്ങനെ ഉണ്ട്. എങ്ങനെ നമ്മൾ ഭർത്താവ് നമ്മളെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നു, അല്ല ഭർത്താവ് പേടിയില്ലാത്ത രീതിയിൽ എങ്ങനെ നമ്മളെ അങ്ങനെയൊക്കെ എങ്ങനെ നമ്മൾ മണിയറയിലേക്ക് പോകും. മണിയറയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എല്ലാം കഴിയും. പിന്നെ മണിയറയ്ക്ക് പോണ ഭർത്താവിനെ പേടിയല്ല, ഭർത്താവിനാണ് ഇപ്പൊ ഭാര്യനെ പേടി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പത്തെ കാലഘട്ടം, പണ്ടത്തെ മാതിരിയല്ല. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് കരുതി ഇരുന്നോളി. ഇനി യൂട്യൂബ് നോക്കുമ്പോഴൊക്കെ കഴിയണതും പിന്നെ കുഞ്ഞു മക്കളെ ഒക്കെ എടുത്തിട്ട് ഫോൺ എടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് കൊണ്ടുപോയിട്ട് നോക്കുന്നത് ചിലപ്പോൾ ഇത് വേഗം വന്ന് ചാടുന്നത് ഞാൻ ഇപ്പൊ ഇതൊക്കെ ആയിരിക്കും. കാരണം അതൊക്കെയാണ് വൈറലാവുന്നത്. കാണാനും എൻജോയ് ചെയ്യാനും ഏകദേശം മുഴുവൻ ജനങ്ങൾ വന്നിട്ടുണ്ടാവുക പ്രസവല്ലേ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വേറെ പലതൊക്കെ അവരുടെ മനസ്സിലുണ്ടാവുക. ആ ഉദ്ദേശിച്ചിട്ട് അവൻ വന്ന് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെപ്പോ അവന് ചോറുന്നാലും ചായ എന്നാലും പഴംപൊരി എന്നാലും അതാക്കലും ഇതാക്കലും പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട്
അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത് കൂടെ വരുമ്പോൾ 2 മണിക്കൂറോളം ഇങ്ങനെ കാണിക്കുന്നത്. അതിൽ പിന്നെ ഒരു ഇതും കൂടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല അപ്പൊ അതിലിപ്പോ വേറെ ഒന്നും കാണാനൊന്നും ഇല്ല. ഒരു മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണതാക്കണമൊന്നുമില്ല. അപ്പൊ എല്ലാ പെണ്ണുങ്ങളും ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ. റോഡിലൂടെ കച്ചറ പെറുക്കിയിട്ട് കുപ്പിയും പാട്ടൊക്കെ ഒക്കെ പെറുക്കിയിട്ട് നടക്കുന്ന അണ്ണാച്ചികളില്ലേ, അണ്ണാച്ചികൾ എന്ന് നമ്മൾ പറയുന്ന നിസ്സാരമായിട്ടുള്ള ആൾക്കാര്, അവരും സ്ത്രീകൾ തന്നെയാണ്, പെയിൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ. അവരൊക്കെ ഗർഭിണിയായിട്ട് നടക്കുന്നത് കണ്ടിട്ട് നമ്മള് ചാക്കും തൊള്ളിട്ടിട്ട് ചിലപ്പോൾ ഒരു 1-2 കുട്ടി ഇവിടെ ഉണ്ടാവും വാഹനത്തിൽ, അത് ചാക്കും ഉണ്ടാവും. എന്നിട്ട് ഈ പറിച്ച വെയിലത്ത് കുമ്പിട്ട് നിർന്നിട്ട് ഓരോ സാധനം എടുത്തെടുത്ത് പെറുക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ, കണ്ടിട്ടുണ്ടാവും അല്ലേ മിക്കവാറും. അവർക്ക് എപ്പോഴെങ്കിലും റെസ്റ്റോ, അവർക്ക് എപ്പോഴെങ്കിലും പിന്നെ ചെക്കപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് ഏതെങ്കിലും സ്കാനിങ് നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു കുറച്ച് കഴിഞ്ഞാൽ കാണാം പ്രസവം കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവും നമ്മൾ ആ കുട്ടിയും കൂടെ ഇങ്ങനെ വണ്ടത്തിൽ തൂക്കിയിട്ട് പോണ കാണാം പിന്നീട് എപ്പോഴെങ്കിലൊക്കെ. അവരും മനുഷ്യരല്ലേ. ഞാൻ അങ്ങനെ ഇവരെ പറ്റി പറഞ്ഞല്ല കേട്ടോ, ഞാൻ പറയാണ് സ്ത്രീ പ്രസവിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ട് ഞാൻ പറയാണ്. അപ്പം അള്ളാഹു നമ്മുടെ ഗർഭപാത്രത്തില് ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു ജീവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, അത് ഇന്ന ഡയറ്റിന് അത് പുറത്തേക്ക് ആക്കുന്നവനും അവൻ തന്നെയാണ്. ഇതില് ഇപ്പൊ എന്നെ പറയും നിങ്ങൾ എന്നിട്ട് എന്താ ഇങ്ങനായി, ഇങ്ങനായി, ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ ആവുന്നത് ആൾക്കാർക്കൊക്കെ. അതൊക്കെ ഓരോ ഘട്ടത്തിനനുസരിച്ചിട്ട് ഓരോ രീതിക്കനുസരിച്ചിട്ട് നമ്മൾ ആയിപ്പോകുന്നതാണ്. എന്തായാലും എങ്ങനായാലും ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് അങ്ങനെ നടക്കും. ആ പ്രൊസീജിയർ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിലൊക്കെ ഒരു എന്തോ ഒരു എനിക്കങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ചില രംഗങ്ങൾ കണ്ടപ്പോൾ നമുക്ക് തോന്നിപ്പോയി, ഇതേപോലെ ഒന്ന് പറ്റിയിരുന്നെങ്കിൽ. എന്റെ കണവനെ കെട്ടിയിരുന്നു ഞാൻ. 3 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോലും ഒന്ന് ലെറ്റർ വരല് അവിടേക്കാണ്, ഹോസ്പിറ്റലിലേക്കാണ് വരല്. അവിടെ വാച്ച്മാന്റെ പേരിലാണ് അഡ്രസ്സ് കൊടുക്കുക. കാരണം കത്ത് എന്റെ വീട്ടിൽ വന്നാൽ കണ്ണ് കാണാത്ത എന്റെ വല്യമ്മ മാത്രമേ ഉള്ളൂ. എന്റെ ഉമ്മയൊക്കെ എല്ലാവരും ഹോസ്പിറ്റലിലാണ്. ക്യാഷ് വരല് അയാളുടെ പേരിലാണ് വരിക, വാച്ച്മാന്റെ പേരിൽ. എന്നിട്ട് അയാളെ ഞങ്ങൾ അറിയുന്ന ആളാണ്, തൃക്കണ്ടൂരുള്ള. അയാള് നമുക്ക് തരലാണ്. അങ്ങനെ മാസങ്ങളോളം അവിടെ നിൽക്കുകയാണ്. ഇവര് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വീട്ടിൽ പോയി നോക്കുള്ളൂ. വല്യമാനെ നോക്കാൻ അടുത്ത അയൽവാസികളാണ്, അവരെ വീട്ടിൽ കൊണ്ടൊക്കെ എടുക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതിന്റെ ഇങ്ങനെയുള്ളത് എപ്പോ എന്തും സംഭവിക്കാന്നുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഞാന് മരിക്കും ചിലപ്പോ, ഒന്നാലൊന്ന് കാണാലോ ഇരിക്കാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം കത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വരുമെന്ന്, 3 ദിവസം കഴിയും, 4 ദിവസം കഴിയും, ചിലപ്പോൾ കത്താൻ എത്തണമെങ്കിൽ. അപ്പോഴും ഞമ്മക്ക് ഞാൻ വരണ്ട് നോക്കട്ടെ ഹോസ്പിറ്റലിലേന്ന്. അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടീനെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കാണാൻ നല്ല പൂതി, നിങ്ങളൊന്ന് വരാൻ. എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലും ഇങ്ങനെ വേദനയും വിഷമമൊക്കെ ഒന്ന് കാണാൻ ഇഷ്ടമല്ലടി, അതല്ലേ സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഓടി വരുന്നു. എങ്ങനെയുണ്ട് അത് പുറത്ത് കൊടുക്കട്ടെ. അപ്പോൾ ആ രംഗത്ത് ആ 2 ഡെലിവറിക്കും കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് കാണാനൊന്നും വളരെ ഇഷ്ടമുള്ള ഒരു സമയം ആ സമയത്താണ് എല്ലാ സ്ത്രീകൾക്കും അല്ലേ. അപ്പൊ എന്റെ 2ാമത്തെ ഡെലിവറി ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമായിരുന്നു. എന്ന് വെച്ചാല് പച്ചയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ്. മറ്റേത് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ബോധം കൊടുത്ത് കുറെ പെയിന് കണ്ട് കഴിഞ്ഞാൽ ശേഷം പിന്നെ പെയിന് വരലാണ്, അങ്ങനെയാണ്. അപ്പൊ ഇതങ്ങനല്ല, ഇത് പച്ചയിൽ തന്നെ നമ്മൾ വെട്ടിക്കീറാണ്. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല, യാതൊരു കുലൂസും ഇല്ല. പിന്നെ അടിയും കുത്തൊക്കെയാണ് നമ്മൾ കിട്ടുന്നത്. പിന്നെ നമ്മളാണ് പ്രായം 22, 22ാമത്തെ വയസ്സ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഇതൊക്കെ ഭാഗ്യവതിയാണ്. എന്നാലും ഇതൊക്കെ എന്തോ ഒരു എനിക്കതിനോടൊന്നും ഒരു ഇത് കിട്ടില്ല, ഒരു എന്താ ഒരു സുഖമായില്ല, ഒരു റാഹത്തായി തോന്നിയില്ല. എന്തോ അവര് ഏറ്റവും വലുതാണെന്ന് തോന്നും. മില്യൺ കണക്കിന് പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ പച്ചയിൽ നാടൻ ലെവലിൽ നാടൻ രീതിയിൽ എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു. ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ വീഡിയോ നീണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് അത് ബോറായി തോന്നും. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്താം. ഓക്കെ, അസ്സലാമു അലൈക്കും.